ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം വിചാരിച്ചതിനേക്കാൾ വളരെ ഗുരുതരവും നാടകീയവുമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇറാൻ ആക്രമിച്ചേക്കുമെന്ന കടുത്ത ഭീതിയെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ഫുഡ് ട്രക്കിൽ ഒളിച്ച് യാത്ര ചെയ്യേണ്ടി വന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വലിയ എയർഫോഴ്സ് 1 വിമാനം ഉപേക്ഷിച്ച് അതീവ രഹസ്യമായ ഒരു ചെറിയ സൈനിക വിമാനത്തിലാണ് ട്രംപ് മടങ്ങിയത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ സീക്രട്ട് സർവീസ് ഇത്രയും വലിയൊരു തന്ത്രം പ്രയോഗിച്ചത്? എന്തായിരിക്കും ഇനി ഇറാന്റെ അടുത്ത നീക്കം? എന്തു വന്നാലും ഹോർമൂസ് തുറക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. ആണവായുധത്തിന്റെ കാര്യമെല്ലാം പിന്നീട് നോക്കാം, യുറേനിയം സമ്പുഷ്ടീകരണവും നിങ്ങൾ തുടരണമെങ്കിൽ തുടർന്നോ, പക്ഷേ എങ്ങനെയെങ്കിലും ഹോർമൂസ് തുറന്നാൽ മതി എന്നായി ട്രംപിന്റെ നിലപാട്. എന്നാൽ ട്രംപ് പോട്ടെ, 2029 ജനുവരിയിൽ അടുത്ത പ്രസിഡന്റ് വന്നതിന് ശേഷം മതി ഇനി ചർച്ച എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ പരസ്യമായി അപമാനിക്കുകയാണ് ഇറാൻ ചെയ്തത്. ഹോർമൂസ് തുറക്കുന്നതിന് പകരം തുറമുഖങ്ങളിലെ ഉപരോധം നീക്കിത്തരാം എന്ന് വരെ അമേരിക്ക പറഞ്ഞു നോക്കി. എന്നാൽ എന്ത് വന്നാലും ഹോർമൂസ് തുറക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. എന്തായിരിക്കും അതിന്റെ അനന്തരഫലങ്ങൾ? ആശയവുമില്ല, ആയുധവുമില്ലാത്ത അമേരിക്ക എങ്ങനെയും യുദ്ധമൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പുലിവാല് പിടിച്ച് നടക്കുന്ന ട്രംപ്. എന്നാൽ ട്രംപിന് മുന്നിൽ കുറെ വ്യവസ്ഥകൾ നിരത്തി കടുംപെട്ട് വെട്ടിയിരിക്കുകയാണ് ഇറാൻ. ഇനി എന്താവും പശ്ചിമേഷ്യയിലെ സാഹചര്യം? വിശദമായി പരിശോധിക്കാം. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് ട്രംപ് മടങ്ങിയത് ഔദ്യോഗിക എയർഫോഴ്സ് 1 വിമാനത്തിലായിരുന്നു എന്നാണ് ലോകം കരുതിയത്. മാധ്യമപ്രവർത്തകർക്കാണ് ട്രംപ് വിമാനത്തിന്റെ പടവുകൾ കയറുകയും ചെയ്തു. തുടർന്ന് മാധ്യമപ്രവർത്തകരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും വിമാനത്തിനുള്ളിൽ കയറി വാതിലുകൾ അടച്ചു. എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ട്രംപും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും വിമാനത്തിന്റെ പിൻവശത്തെ കോണിപ്പടി വഴി പുറത്തിറങ്ങി. വിമാനത്തിന് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഭക്ഷണം എത്തിക്കുന്ന ഹൈഡ്രോളിക് ഫുഡ് ട്രക്കിലേക്കാണ് ട്രംപ് കയറിയത്. അവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ നിർത്തിയിട്ടിരുന്ന എയർഫോഴ്സ് C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുമായി എയർഫോഴ്സ് 1 വിമാനം പറന്നുയരുമ്പോൾ ട്രംപ് തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. റെഗേറ്റിൻ എന്ന വ്യാജ കോഡ് നാമത്തിൽ എയർ ട്രാക്കിംഗ് ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് ട്രംപിന്റെ ചെറിയ വിമാനം പറന്നത്. ഇനി എന്താണ് ഈ നീക്കത്തിലേക്ക് അമേരിക്കയെ നയിച്ചതെന്ന് നോക്കാം. തുർക്കിയിലെ അങ്കാറ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ്. അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകളെ ട്രംപ് അധിക്ഷേപിച്ച് സംസാരിച്ചത് ഇറാനെയും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെയും കടുത്ത അമർഷത്തിലാക്കിയിരുന്നു. ട്രംപിന്റെ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് മാധ്യമപ്രവർത്തകരെ പോലും കബളിപ്പിച്ച് ഫുഡ് ട്രക്കിൽ ഒളിച്ചു കിടക്കേണ്ട അവസ്ഥയുണ്ടായത്. സുരക്ഷിത താവളത്തിൽ എത്തിയ ശേഷമാണ് ട്രംപ് വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ കനത്ത നഷ്ടപരിഹാരം നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ 50 വർഷമായി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. 2000-ൽ യമനിൽ വെച്ച് USS കോൾഡ് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിലും റോഡ് സൈഡ് ബോംബുകളിലുമെല്ലാം കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യമുയർന്നത്. എന്നാൽ ഈ വാചകമടികളെ വകവയ്ക്കാതെ ഇറാൻ തങ്ങളുടെ സൈനിക അഴിച്ചുപണി ശക്തമാക്കുകയാണ് ചെയ്തത്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് നിർണായക മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഇറാന്റെ പരമ്പരാഗത സൈന്യത്തെയും റെവല്യൂഷണറി ഗാർഡ്സിനെയും യുദ്ധസമയത്ത് ഏകോപിപ്പിക്കുന്ന ഖാദർ അൽ അൻബിയ കമാൻഡ് ബോഡിയെ ജനറൽ സ്റ്റാഫിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ശത്രുക്കളുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്ന രീതി മാറ്റി മുൻകൈയെടുത്ത് ശത്രുക്കളുടെ മേൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്താനുള്ള പുതിയ തന്ത്രം രൂപീകരിക്കുകയും ചെയ്തു. സായുധ സേനയുടെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫായി മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയെയും IRGC കമാൻഡിംഗ് ചീഫായി മേജർ ജനറൽ അഹമ്മദ് വാഹിദിയെയും നിയമിക്കുകയും ചെയ്തു. മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില മോശമാണെന്ന വാർത്തകൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തള്ളിക്കളയുകയും അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യവാനാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹോർമൂസിലേക്ക് വന്നാൽ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായും തുറന്നു കൊടുക്കില്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നയം തിരുത്തുകയും മരവിപ്പിച്ച ഇറാന്റെ ഫണ്ടുകൾ വിട്ടു നൽകുകയും ചെയ്യുന്നതുവരെ ഈ പാത തുറക്കില്ലെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ മോസിൻ റസായി ചൈനീസ് അംബാസഡറായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. കൂടാതെ ശത്രു രാജ്യങ്ങളിലെ സൈനിക വാണിജ്യ കപ്പലുകൾക്ക് പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നിയമനിർമ്മാണത്തിനും ഇറാന്റെ പാർലമെന്റ് തയ്യാറെടുക്കുകയാണ്. നിലവിൽ ഒമാന്റെയും ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധവും തുടരുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും താൻ നേരിട്ട് ഇടപെടുന്നുണ്ടെന്നും ട്രംപ് മുമ്പ് വാദിച്ചിരുന്നു. എങ്കിലും ഈ വാദങ്ങളെ ഇറാൻ പരിപൂർണമായും തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കയുടെ ഈ അവകാശവാദങ്ങൾ വെറും നാടകനയതന്ത്രം അല്ലെങ്കിൽ തിയേറ്റർ ഡിപ്ലോമസി മാത്രമാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് രൂക്ഷമായി വിമർശിച്ചത്.
ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നത് ട്രംപിന്റെ സ്വന്തം തടി രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഭീഷണിയും വ്യാജ വാർത്തകളും വാഗ്ദാന ലംഘനങ്ങളും കൊണ്ട് നയതന്ത്രം നടത്താമെന്നത് അമേരിക്കയുടെ പരാജയപ്പെട്ട തന്ത്രമാണെന്നും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ ഇങ്ങനെ തുടരുകയാണെങ്കിലും ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിച്ചു എന്ന് ആരോപിച്ച് ഇറാന്റെ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ച പനാമ പതാക വഹിച്ച ചരക്ക് കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. മറുഭാഗത്താണെങ്കിൽ ചെങ്കടലിലെ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 4 ജീവനക്കാരും 2 യമൻ രക്ഷാപ്രവർത്തകരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ ഇടിയുകയും ചെയ്തു. സാധാരണയായി പ്രതിദിനം 125 മുതൽ 140 വരെ കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇത് ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $89 മുകളിൽ വരെ എത്തി. ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഗതാഗത ഉൽപാദന ചെലവുകൾ വർദ്ധിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്കും പണപ്പെരുപ്പം ഉയരുന്നതിനും ഇത് വഴിതെളിച്ചേക്കാം. അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഉയർന്നു വരുന്ന പെട്രോൾ വില, പണപ്പെരുപ്പം, ആയുധക്ഷാമം എന്നിവ ട്രംപിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ തകർത്തതിനാൽ അവരുടെ ആണവശേഷി നിയന്ത്രണത്തിലാണെന്ന ന്യായം പറഞ്ഞ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിലാണ് ട്രംപ്. എന്നാൽ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നിസ്സാരമായ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഇറാൻ പണ്ടേ വ്യക്തമാക്കി കഴിഞ്ഞു. കൂടാതെ ഹോർമൂസ് തുറക്കാൻ ഇറാൻ 5 കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. യുദ്ധ നഷ്ടപരിഹാരമാണ് അതിലൊന്ന്. അമേരിക്കൻ ആക്രമണം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടപരിഹാരം നൽകുക എന്നതാണ് ഇറാൻ വച്ചിരിക്കുന്ന ആവശ്യം. നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നതാണ് രണ്ടാമതായി വെച്ചിരിക്കുന്ന ആവശ്യം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാനാണ് അവർ പറയുന്നത്. സൈനിക പിന്മാറ്റം, അതായത് മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പരിപൂർണമായും പിൻവലിക്കുക എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരിക്കുന്നു. ഉപരോധങ്ങൾ നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുകയും ചെയ്യുക എന്നത് മറ്റൊരാവശ്യം. ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരെയുള്ള സൈന്യ നടപടികൾ പരിപൂർണമായും അവസാനിപ്പിക്കുക എന്നൊരാവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് IRGCയെ നയിച്ച തീവ്ര നിലപാടുകാരനായ മോഹസിൻ റസായി എന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലപ്പത്ത് നിയമിച്ചതിലൂടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം തുടങ്ങി 23 ആഴ്ചകൾ, അതായത് 6 മാസം പിന്നിടുമ്പോൾ ഇതേവരെ 3400-ലധികം ജീവനുകളാണ് ഇറാനിൽ നഷ്ടമായത്. $300 ബില്യൺ സാമ്പത്തിക നഷ്ടവും അവർക്കുണ്ടായി. എങ്കിലും ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണവും സ്വാധീനവും കൈവശപ്പെടുത്തി രാഷ്ട്രീയവും നയതന്ത്രപരവുമായ വൻ വിജയമാണ് ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോളൂ, പക്ഷേ അത് എന്ന് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന നിലപാട് യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്ന അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ. ജയിക്കാനും പിന്മാറാനും കഴിയാത്ത വിധം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സൈനിക രാഷ്ട്രീയ കുരുക്കിലാണ് വാഷിംഗ്ടൺ പെട്ടിരിക്കുന്നത്. പേപ്പറിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലെയും പശ്ചിമേഷ്യയിലെയും സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന വിധത്തിൽ സംഘർഷഭരിതമായി തുടരുകയും ചെയ്യും. സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇറാന്റെ കടുത്ത നിലപാടുകളും. ഈ വിഷയം ആഗോള സാമ്പത്തിക മേഖലയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.